ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു മുട്ട അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റ്, ഒരു മുരിങ്ങക്കോല്, 2 ഉരുളക്കിഴങ്ങ്, 1 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, ചെറിയ ജീരകം, 8 മുട്ട എന്നിവ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് മുരിങ്ങക്കോല് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് മുരിങ്ങക്കോല് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 1 ഗ്ലാസ് വെള്ളം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. ഒരു മൂടി വെച്ച് അടച്ച് ഇതിനെ നമുക്ക് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പുകളെല്ലാം ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ചെടുക്കാം. ഞാനിവിടെ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മൂടി തുറന്ന് നോക്കാം. മുരിങ്ങക്കോലെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് വേവിക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം. മൂടി തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്ക് അരച്ചു മാറ്റി വെച്ച അരപ്പിനെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കോലും ക്യാരറ്റും ഉരുളക്കിഴങ്ങും അരപ്പും എല്ലാം കൂടി ചേർന്ന് വരട്ടെ. നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതും കൂടി മിക്സ് ചെയ്യുക. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പതിയെ ഇളക്കി കൊടുക്കുക. എല്ലാം നല്ല രീതിയിൽ അരപ്പെല്ലാം പിടിക്കട്ടെ. ചേർന്ന് വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.